മികച്ച തൊഴിലവസരങ്ങൾ നേടുക എന്നുള്ളതിൻ്റെ പ്രധാന ഘടകമാണ് അവസരങ്ങളെ യഥാസമയങ്ങളിൽ അറിയുക എന്നുള്ളത്. നമസ്കാരം. ഈ ആഴ്ചയിൽ നിങ്ങളെയും കാത്തിരിക്കുന്ന പ്രധാന തൊഴിലവസരങ്ങളുമായി എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഒഫ്താൽമോളജി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, കേരള ജല അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ, ആരോഗ്യ വകുപ്പിൽ മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, ഡയാലിസിസ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ സ്റ്റെനോഗ്രാഫർ, മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 അല്ലെങ്കിൽ പൗൾട്രി അസിസ്റ്റന്റ്, ആരോഗ്യ വകുപ്പിൽ ബ്ലാക്ക് സ്മിത്ത് തുടങ്ങി 56 കാറ്റഗറികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി നമ്പർ 124/2024 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഒഫ്താൽമോളജി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത MS, MD അല്ലെങ്കിൽ DNB ഒഫ്താൽമോളജിയും ബിരുദാനന്തര ബിരുദ പഠനത്തിന് ശേഷം ഒരു NMC അംഗീകൃത മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഫ്താൽമോളജിയിൽ 1 വർഷത്തെ സീനിയർ റെസിഡൻ്റായുള്ള അധ്യാപന പരിചയവും കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിലിൽ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മോഡേൺ മെഡിസിനിലെ സ്ഥിരം രജിസ്ട്രേഷനുമാണ്. പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിലുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 22ഉം കൂടിയ പ്രായം 45ഉമാണ്. കാറ്റഗറി നമ്പർ 125/2024 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 18ഉം കൂടിയ പ്രായം 36ഉമാണ്. യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് റെഗുലർ പഠനം വഴി കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ നേടിയിട്ടുള്ള BTech ബിരുദമാണ്. അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് റെഗുലർ പഠനം വഴി കമ്പ്യൂട്ടർ സയൻസിൽ നേടിയിട്ടുള്ള മാസ്റ്റർ ബിരുദമാണ്. യോഗ്യത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് പരിശോധിക്കുക. 55,200 മുതൽ 1,15,300 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. കാറ്റഗറി നമ്പർ 126/2024 കേരള ജല അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത BTech ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്തുല്യം, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ A-B സെഷനുകളിൽ വിജയിച്ചിരിക്കണം. 3 ഒഴിവുകളാണ് നിലവിലുള്ളത്. പ്രായം 18 മുതൽ 36 വയസ്സ് വരെ. ശമ്പളം 53,900 മുതൽ 1,18,100 രൂപ വരെ. കാറ്റഗറി നമ്പർ 130/2024 കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ തസ്തികയിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. യോഗ്യത BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ 3 വർഷ തത്തുല്യ ബിരുദം. പൊതുമേഖല അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് പ്രോഗ്രാമിങ്ങിലും കമ്പ്യൂട്ടർ ഓപ്പറേഷനിലും 3 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം 37,400 മുതൽ 79,000 രൂപ വരെ. മറ്റ് തസ്തികകൾ, യോഗ്യത എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് ജനറൽ ഡ്യൂട്ടി, യാന്ത്രിക് തസ്തികകളിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കേരളം ഉൾപ്പെടുന്ന വെസ്റ്റ് റീജിയണിൽ 66 ഒഴിവുകൾ ഉൾപ്പെടെ ആകെ 320 ഒഴിവുകളാണ് നിലവിലുള്ളത്. 2025 ഏപ്രിൽ മാസത്തിൽ INS ചിൽക്കയിൽ പരിശീലനം ആരംഭിക്കും. നാവിക് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ 260 ഒഴിവുകളാണ് ഉള്ളത്. മാത്സ്, ഫിസിക്സ് വിഷയങ്ങൾ ഉൾപ്പെട്ട +2 വിജയമുള്ളവർക്ക് നാവിക് തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. യാന്ത്രിക് വിഭാഗത്തിൽ 60 ഒഴിവുകളാണുള്ളത്. മെക്കാനിക്കൽ 33, ഇലക്ട്രിക്കൽ 18, ഇലക്ട്രോണിക്സ് 9 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. യോഗ്യത 10ാം ക്ലാസ് വിജയവും ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്,
ടെലികമ്മ്യൂണിക്കേഷൻ, റേഡിയോ അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ 3 വർഷമോ 4 വർഷമോ ദൈർഘ്യമുള്ള ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് കാണുക. പ്രായം 18 മുതൽ 22 വരെ. ഉദ്യോഗാർത്ഥികൾ 2003 മാർച്ച് 1-നും 2007 ഫെബ്രുവരി 28-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, കായികക്ഷമതാ പരിശോധന, വൈദ്യപരിശോധന എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂലൈ 3. തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൽ ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒഴിവിലേക്ക് അപേക്ഷിക്കുവാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അവസരം. ഇത് കരാർ നിയമനമാണ്. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. ITI സർവേയർ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് കാണുക. ശമ്പളം 18,000 രൂപ. അപേക്ഷകർക്ക് 50 വയസ്സ് കവിയാൻ പാടില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ജൂൺ 28. വിശദാംശങ്ങൾക്കായി www.ncess.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കുമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. +2 അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കാണ് അവസരം. യോഗ്യത സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് പരിശോധിക്കുക. അപേക്ഷകർ 2004 ജൂലൈ 3-നും 2008 ജനുവരി 3-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഓൺലൈൻ പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, വൈദ്യപരിശോധന എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കായിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി വെബ്സൈറ്റ് പരിശോധിക്കുക. 550 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂലൈ 28. വിശദാംശങ്ങൾക്കായി agnipathvayu.cdac.in അല്ലെങ്കിൽ കരിയർ ഇന്ത്യൻ എയർഫോഴ്സ്.cdac.in എന്നീ വെബ്സൈറ്റുകൾ പരിശോധിക്കുക. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.